വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അക്സുകാന്നിരിക്കുന്നത് അപ്പോൾ ക്രിസ്മസ് ആണല്ലോ. അപ്പോൾ ഞാനിവിടെ മേളിലൊരു ഫോട്ടോ കാണിക്കാം കേട്ടോ. ഈ ഒരു ഫോട്ടോ നമ്മൾ ഇൻസ്റ്റ ഓപ്പൺ ചെയ്തപ്പോൾ ചുമ്മാ വന്നൊരു ഫോട്ടോ ആയിരുന്നു. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായപ്പോൾ പക്ഷേ അത് പർച്ചേസ് ചെയ്യാൻ നോക്കിയപ്പോഴോ 1 വയസ്സായ കുട്ടികൾക്ക് വരെയുള്ള സൈസ് അതിലുണ്ടായുള്ളൂ. അപ്പോൾ കുഞ്ഞാപ്പിക്ക് ക്രിസ്മസിന് സെലിബ്രേഷന് പോകാനായിട്ട് ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് തന്നെ എടുക്കാമെന്ന് ഓർത്തു. പക്ഷെ നമ്മൾ സൈസ് ഇല്ലായിരുന്നു, മീഷോയിൽ സൈസ് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് തന്നെ സെറ്റ് ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ അടുത്തുള്ള ഷോപ്പിലൊക്കെ പോയിട്ട് റെഡ് കളർ ഇങ്ങനത്തെ വെൽവെറ്റിൻ്റെ തുണിയൊക്കെ ചോദിച്ചപ്പോൾ കുറേയൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ക്രിസ്മസ് ആയതുകൊണ്ട് റെഡിന് നല്ല എന്താ പറയുക, റെഡ് പെട്ടെന്ന് മൂവിങ് ആവുന്ന ഒരു സംഭവമാണല്ലോ. ക്രിസ്മസിനാണ് റെഡ് കൂടുതലായിട്ട് പോകുന്നത്. അപ്പോൾ അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ പോയപ്പോഴും റെഡ് തുണിയൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. അപ്പം ഞാൻ വിചാരിച്ചു ചേട്ടായുടെ ഈ ഒരു ടീഷർട്ടിൻ്റെ കോളർ നെക്കിൻ്റെ ഭാഗത്ത് കുഞ്ഞാപ്പിയും ചേട്ടായിട്ട് കളിക്കുന്ന ടൈമിൽ അത് കുഞ്ഞാപ്പി പിടിച്ച് വലിച്ചപ്പോൾ കീറിപ്പോയതാണ്. പിന്നെ ചേട്ടാ അത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തുണിയെടുത്ത് സെറ്റ് ചെയ്തെടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ക്രിസ്മസും കൂടി ആയതുകൊണ്ട് കുഞ്ഞാപ്പിക്ക് സെലിബ്രേഷൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ ഈ ഒരു ടീഷർട്ട് എടുത്തിട്ട് നമ്മുടെ കുഞ്ഞാപ്പിയുടെ യൂണിഫോം കൂടി എടുത്തിട്ട് അതിൻ്റെ അളവിലാണ് മെഷർമെൻറ്റ് എടുത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ മിക്കപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ ഒരു യൂണിഫോം ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഒരു ഷെമ്മീസിൻ്റെ അളവിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നെക്കിൻ്റെ അവിടെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. റൗണ്ട് നെക്കോ അല്ലെങ്കിൽ സ്ക്വയർ നെക്കോ എടുക്കാവുന്നതാണ്. സ്ക്വയർ നെക്ക് ആയിരിക്കുള്ളൂ ഇതിന് കൂടുതൽ ഭംഗിയായിട്ട് വരുന്നത്. പിന്നെ എനിക്ക് തയ്ക്കാനുള്ള എളുപ്പത്തിന് ഞാൻ റൗണ്ട് നെക്ക് ആക്കിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. കട്ട് ചെയ്തപ്പോൾ സ്ക്വയർ നെക്കായിട്ട് കട്ട് ചെയ്തു. അവിടെ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഞാനത് സ്ക്വയർ മാറ്റിയിട്ട് റൗണ്ട് നെക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. കൂട്ടുകാർക്ക് ഏതാണ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്, ഈസി ആയിട്ടുള്ള ഏതാണെന്ന് വെച്ചാൽ അത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. മെഷർമെൻറ്റ് എടുത്ത് തന്നെയാണ് കേട്ടോ ഈ പ്രാവശ്യം കട്ട് ചെയ്തൊക്കെ എടുത്തത്. ആ കട്ട് ചെയ്തെടുത്ത് നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് പോകുന്നുണ്ട്. കണ്ടോ, ഞാൻ ഇവിടെ വന്നപ്പോൾ അത് റൗണ്ട് നെക്കിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. സ്ക്വയർ കട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുപോലെ കുറച്ച് സമയം ഉണ്ടായുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്വയർ നെക്ക് വേണ്ട റൗണ്ട് നെക്കിലേക്ക് മാറ്റാമെന്നും പറഞ്ഞ് അങ്ങനെ സ്ക്വയർ നെക്കിൽ നിന്ന് റൗണ്ട് നെക്കിലോട്ട് മാറ്റി എടുത്തതായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കാണ് കേട്ടോ. നമ്മൾ ആ ഫോട്ടോയിൽ കാണുന്ന അത്ര പാടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. കുറച്ച് സമയം മാത്രം മതി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ തയ്യൽ അറിയില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ. ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം, പക്ഷേ നല്ലൊരു ഭംഗിയുമാണ് കാണാനായിട്ട്. നല്ല ഭംഗി, നല്ലൊരു യൂസ്ഫുൾ ആണ്. എന്നിട്ട് നമ്മൾ കഴുത്തിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അത് വെട്ടിയിട്ട് വേണം കേട്ടോ മറിച്ചിട്ട് അടിച്ചു കൊടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അത് ശരിയാവില്ല, തയ്ച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിലൊന്നും ഇരിക്കില്ല. അപ്പോൾ അത് കഴുത്തിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഉൾഭാഗത്ത് കുറച്ച് കട്ട് ചെയ്യാൻ മറക്കരുത്. കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി തുണി കട്ട് ചെയ്ത് പോവാതിരിക്കാനും ശ്രമിക്കുക. അതും കൂടി നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക. കൂട്ടുകാർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് നമ്മളെപ്പോഴും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് എങ്ങനത്തെ വീഡിയോസൊക്കെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അതുകൂടി കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കൂട്ടുകാർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കൈയിൻ്റെ അവിടെ തയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ മെഷീൻ്റെ അവിടെയൊക്കെ തയ്ക്കില്ല, അതുപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇത്രയും സ്റ്റിച്ചിൻ്റെ പണിയേ ഉള്ളൂ. പിന്നെ നമ്മൾ സൈഡ് രണ്ടും ഇങ്ങനെ അടിച്ചു കൊടുക്കണം, അതുകൂടി ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു വെള്ള ക്ലോത്ത് കൂടി വേണ്ടി വന്നിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ കുഞ്ഞാപ്പിയുടെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഒരു എന്താ പറയുക, നമ്മൾ തണുപ്പിലൊക്കെ ഇടുന്ന ഡ്രസ്സിൻ്റെ വൈറ്റ് ഭാഗം ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. അവിടെ വൈറ്റ് ഷെയ്ഡ് കുറച്ചുണ്ടായിരുന്നു, അതുകൂടി കട്ട് ചെയ്തെടുത്താണ് ഇതുമ്പോൾ വെച്ച് കൊടുത്ത് നോക്കിയത്. ഏതായാലും ട്രയലാണല്ലോ, അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. എനിക്കിത് ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടോ ഭയങ്കര സിമ്പിളാണ്. കാണുന്നത്ര പാടോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അല്ല, നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് മാത്രം ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. നമുക്ക് താഴെ വെക്കാനായിട്ട് ഉണ്ടായില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഭാഗം അത് ഉണ്ടായുള്ളൂ. അതുപോലെ തന്നെ നമ്മളിത് താഴത്തോട്ട് വെക്കുന്നത് അത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ മേളിൽ മാത്രമേ വെച്ച് കൊടുത്തുള്ളായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളൊരു കോട്ടൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായി. കോട്ട് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് പിന്നീട് നമ്മൾ പോയിട്ട് മേലേക്ക് പോയിട്ട് നമ്മൾ നല്ല വെൽവെറ്റിൻ്റെ റെഡ് കളർ തുണി വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഒരു ടോപ്പ് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ